നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ അനുകൂലമായ സ്ഥിതിയിൽ വന്നു ചേരുന്ന, ഒട്ടേറെ ദുഃഖ ദുരിതങ്ങൾ മാറി, തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക്, ഈ നക്ഷത്രക്കാർക്ക്, അവരുടെ കൈകളിൽ ലക്ഷ്യങ്ങൾ തന്നെ വന്നു ചേരുന്ന, അതുമല്ലെങ്കിൽ കോടീശ്വര യോഗം വന്നു ചേരുന്ന സമയമാണ്. ഉറപ്പായും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായി ഇവർക്ക് ഉയർച്ചകൾ തുടങ്ങുന്നു എന്ന് വേണം കരുതാൻ. ഒട്ടും സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധികൾ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും അനുകൂലമായി വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അത്യപൂർവമായി ലഭിക്കുന്ന ലക്ഷ്മി കടാക്ഷത്തിനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായി വന്നു ചേർന്ന് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. തൊഴിൽപരമായിട്ടുള്ള ജോലിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്നതോടൊപ്പം തന്നെ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതകളും വന്നു ചേരുന്നു. അതുപോലെ തന്നെ വളരെയധികം ആളുകൾക്ക് അവർ വിചാരിച്ച പോലെയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് അത്തരത്തിൽ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നും, അതിനുള്ള വഴിപാടുകൾ, പൂർണ്ണ തോതിലുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിനുള്ള വഴിപാടുകൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ആനുകൂല്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് വളരെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സ്ഥിതിയിൽ തടസ്സങ്ങളൊക്കെ മാറുന്നു. സർക്കാരിൽ നിന്ന് പോലും അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്നു. ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാഹചര്യം ലഭിക്കുന്നു. ഇവരുടെ കൈകളിലേക്ക് പണസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും താരതമ്യേന പണം വന്നു ചേരുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് സ്വത്തുവകകൾ, സമ്മാനങ്ങൾ, ഇതൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, സർവ്വകാര്യങ്ങളിലും മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതായത് അവിശ്വസനീയമായ രീതിയിൽ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം തന്നെ ആ അവസരങ്ങൾ പൂർണ്ണ തോതിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വിദേശത്തേക്ക് പോകുന്നതിന്, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക്, അതിനുവേണ്ടി കാത്തുനിന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം. അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി അവർക്ക് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനും കുടുംബ ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും സാധിക്കുന്നു. ഇവർക്ക് വിദേശവാസത്തിന്, വിദേശത്തേക്ക് പോകുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണ തോതിൽ അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക മേഖലകളിലും ഇവർ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്ന സമയമാണ്. അനുകൂലമായ ഒട്ടനവധി നേട്ടങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ചും ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഒട്ടനവധി അവസരങ്ങളാണ്. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ലക്ഷ്മി കടാക്ഷത്തോടുകൂടി ഇവർക്ക് സമ്പന്ന യോഗം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള സഹായമൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള യോഗ്യത ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. വലിയ അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. പേരും പെരുമയൊക്കെ ഉണ്ടാകുന്ന സാഹിത്യ കലാകാരന്മാർക്കൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നേട്ടമായി ഈ ഒരു സമയം കാണാൻ സാധിക്കും. ഏറ്റവും തിളക്കമാർന്ന
വിജയങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പ്രതീക്ഷകളൊക്കെ പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചു കൊടുത്തിരുന്ന അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അത് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഒന്നിനു പുറകെ ഒന്നായി അതിൻ്റെ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ വലിയ സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും സംരംഭങ്ങൾ തുടങ്ങുന്ന അതിന് മനസ്സിൽ ചിന്തകളുള്ള ആളുകൾക്ക് ആ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള ഒരു സമയം ഉണ്ടാകുന്നു. ബിസിനസ് രംഗത്തൊക്കെ വലിയ ലാഭവിഹിതം വർദ്ധിച്ചു കാണുന്ന ഒരു സമയം കൂടിയാണ്. വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിത്തുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വലിയ സാമ്പത്തിക ലാഭം വന്നു ചേർന്നതിനും വലിയ പുരോഗതി ഉറപ്പുവരുത്താൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കുടുംബത്തിലുള്ള ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. കടബാധകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ബാധകളൊക്കെ അവസാനിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പണം, സമ്പത്ത് ഒക്കെ അപ്രതീക്ഷിതമായി ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും വീട് എന്നൊരു സ്വപ്നം പൂണിയാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഏതൊരു പ്രവർത്തനത്തിനും ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഒഴിഞ്ഞു മാറുകയും പ്രവർത്തന മികവ് കൊണ്ട് ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. മനസ്സിനിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലമായി കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. എന്തെല്ലാം തടസ്സങ്ങൾ ഇവർ നേരിട്ടിട്ടുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും. ആ തടസ്സങ്ങൾ വലിയ തോതിൽ തന്നെ അവസരങ്ങളാക്കിയെടുക്കാനും ഇവർക്ക് സാധിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറുന്നു. സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആത്മാർത്ഥമായ അധ്വാനത്തിനും കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളും ലഭിക്കുന്നതോടുകൂടി ഇവർക്ക് വിശാലമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. സമയത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകൾ പൂണിയുന്ന ഒരു സമയം. അതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നു. വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സമയവും അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ കൈവരുന്നു. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും നേട്ടങ്ങൾ വന്നു ചേരുന്ന സുവർണ സമയം തന്നെയാണ്. സുവർണ കാലഘട്ടത്തിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുന്നു. മക്കളുടെ ഉയർച്ചകൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. മാനസിക സമ്മർദ്ദമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ശാന്തിയും സമാധാനവും കാക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ചികിത്സകൾ ഫലിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വലിയ തുക ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറുന്നു. മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല നേട്ടങ്ങളും നല്ല ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച നേട്ടങ്ങളും കർമ്മരംഗത്ത് അനുകൂലമായ ഉയർച്ചകളുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരുന്നു. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൈവാനുഗ്രഹത്തിന്റെ ആനുകൂല്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ മാറുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. മികച്ച അവസരങ്ങളും മികച്ച നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.